ഇപ്പോൾ നിരീക്ഷകനായ രാഹുൽ ഈശ്വർ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രാഹുൽ ഈശ്വർ, ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദം അത് വലിയ രീതിയിൽ തന്നെ കത്തി നിൽക്കുന്ന ഒരു സമയത്താണ് അതിൽ ഇത്തരം ഒരു വഴിത്തിരിവ് കൂടെ ഉണ്ടാകുന്നത്. എന്താണ് ഇതിൽ നിന്നൊക്കെ സാധാരണ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്? വളരെ വേദനാജനകരമാണ്, വിഷമകരമാണ്. നമ്മുടെ അമ്പലങ്ങളെയും പള്ളികളെയും, അത് ഹിന്ദു അമ്പലമാണെങ്കിലും ക്രിസ്ത്യൻ പള്ളിയാണെങ്കിലും മുസ്ലിം പള്ളിയാണെങ്കിലും, നമ്മൾ രാഷ്ട്രീയത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്യരുത്, പൊളിറ്റിക്കൽ മിസ്യൂസ് ചെയ്യരുത്. ഇത് രാഷ്ട്രീയ വടംവലിയുടെ ഭാഗമാകരുത്. ദേവസ്വം ബോർഡ് തീർച്ചയായിട്ടും, ദേവസ്വം ബോർഡിനാണ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ റെസ്പോൺസിബിലിറ്റി, കൂടുതൽ ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിന് തന്നെയാണ്, ഇല്ലെന്ന് പറയുന്നില്ല. എന്ന് പറയുമ്പോഴും ചില ആൾക്കാർ ബോധപൂർവം ആൾക്കാരെ ടാർഗറ്റ് ചെയ്യാൻ ശബരിമലയെ കരുവാക്കിയതാണോ എന്ന സംശയം ശക്തമായി തോന്നുന്ന ഒരു സാഹചര്യമാണ്. കാര്യം ഈ മാസം 25-നാണ് അദ്ദേഹം സഹോദരിയെ വീട്ടിൽ കൊണ്ട് വെച്ചതെന്നൊക്കെ പറയും. എന്തിനായിരുന്നു അങ്ങനെ ചെയ്തത് തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി വെളിയിൽ വരണം. സമഗ്രമായ അന്വേഷണം വേണം. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ അന്വേഷണം വേണം. ഒരു അമ്പലത്തോടോ പള്ളിയോടോ ചേർന്ന് നിൽക്കുന്ന സ്വർണം, അതിന് സ്വർണത്തിന്റെ വാല്യൂ മാത്രമല്ല, ഹെറിറ്റേജ് വാല്യൂ, ഹിസ്റ്ററി വാല്യൂ, സ്പിരിച്വൽ വാല്യൂ, സെന്റിമെന്റൽ വാല്യൂ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളിൽ ജാഗ്രതയും ശ്രദ്ധയും വേണം. വളരെ വിഷമകരമായ ഒരു കാര്യമാണിത്. ഏതെങ്കിലും രീതിയിൽ ഇത്തരം കാര്യങ്ങൾ ഇനി റിപ്പീറ്റ് ചെയ്യാതിരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ എല്ലാം നോക്കണം. ഈ സമഗ്രമായ ഒരു അന്വേഷണത്തിനാണ് ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഈ മണിക്കൂറിൽ പുറത്തുവരുന്ന ഏറ്റവും വലിയ വാർത്തയാണത്. വിരമിച്ച ജില്ലാ ജഡ്ജിയുടെ നേതൃത്വത്തിൽ ഈ അന്വേഷണം നടത്തണമെന്നാണ് മനസ്സിലാക്കുന്നത്. സമഗ്രമായ ഒരു അന്വേഷണം തന്നെ ഈ ഒരു വിഷയത്തിൽ നടത്തേണ്ടതായുണ്ട്. എന്താണ് ഇവിടെ സംഭവിച്ചതെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ആർക്കും ഒരു വ്യക്തതയില്ലാത്തൊരു സാഹചര്യമാണല്ലോ. അതെ, കോടിക്കണക്കിന് ആൾക്കാര് ഭക്തിയോടുകൂടെ കാണുന്ന ഒരു വിശ്വാസ കേന്ദ്രത്തിൽ നിന്ന് അങ്ങനെ പീഠം പോവുക, പിന്നീട് ഇത് നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുക, പിന്നീട് ഇത് ഒളിച്ചു വെച്ചതാണ് എന്ന് തോന്നുന്ന തരത്തിലുള്ള വാർത്ത കൊണ്ടുവരിക, പിന്നീട് തിരിച്ചെടുക്കുക. ഒരു ഡ്രാമയോ ഫൗൾ പ്ലേയോ ഒക്കെ സംശയിക്കാൻ തീർച്ചയായും സ്പേസും സ്കോപ്പും ഉണ്ട്. അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും സീരിയസ് ആയിട്ട് എടുക്കണം. ആ സീരിയസ് ആയിട്ട് എടുക്കുകയും ശക്തമായ നടപടി വേണം. ഇങ്ങനെ വിശ്വാസത്തെ ഏതെങ്കിലും രീതിയിൽ ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ അതിശക്തമായി നമ്മൾ വിശ്വാസികൾ തന്നെ മുമ്പോട്ട് വന്ന് പറയണം. ഞങ്ങളുടെ വിശ്വാസത്തെ ഇതേപോലെ ദുരുപയോഗം ചെയ്യാനുള്ളതല്ല, ചൂഷണം ചെയ്യാനുള്ളതല്ല. ആ രീതിയിൽ ശക്തമായി മുമ്പോട്ട് വരാൻ നമുക്ക് കഴിയണം. ശരി, വളരെയധികം നന്ദി ശ്രീ രാഹുൽ ഈശ്വർ ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ശബരിമലയിൽ സ്വർണ്ണപ്പാളി കാണാതായ സംഭവവുമായി ബന്ധപ്പെട്ട് സമഗ്ര അന്വേഷണത്തിന് ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. വിരമിച്ച ജില്ലാ ജഡ്ജിയുടെ നേതൃത്വത്തിൽ ഈ അന്വേഷണം ആരംഭിക്കണമെന്നാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്ന ഒരു അറിയിപ്പ്. ഈ ശബരിമല സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നും ഈ സ്വർണ്ണപ്പാളി കണ്ടെത്തിയ ഒരു സംഭവമാണ് ഇപ്പോൾ വഴിത്തിരിവായിരിക്കുന്നത്. എന്താണ് ഈ ശബരിമലയിൽ സ്വർണ്ണപ്പാളി എങ്ങനെയാണ് ഇത്രയും നാൾ കാണാതായതെന്നും ഇത്രയും നാളായിട്ടും ഇത് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ പോയത് എങ്ങനെയാണെന്നുമുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ ഒരു മണിക്കൂറുകളിൽ ചർച്ചയാവുകയാണ്. ആർക്കാണ് ഇതിൽ വീഴ്ച പറ്റിയതെന്നും എവിടെയാണ് ഇക്കാര്യങ്ങളിലൊക്കെ ഒരു നീക്കുപോക്ക് ഉണ്ടാകാതെ ഇരുന്നതെന്നുമുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.